നിമിഷ ഹായ് ജയ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നലെ ടൂത്ത് പിക്ക് ഒക്കെ ആയിട്ട് തന്നെ പരിപാടി. ഞാൻ നമ്മുടെ മിറക്കുട്ടൻ്റെ ഈ നമ്മുടെ വാട്ടർ ബോട്ടിൽ അകത്ത് ചെറിയൊരു അഴുക്കുണ്ടേ, അപ്പോൾ അത് എങ്ങനെ കളയുന്നത് ഞാൻ ഇങ്ങനെ ഓർത്ത് ടൂത്ത് പിക്ക് ആണെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഇടാലോ. അതിന്റെ ഉള്ളിൽ കുറച്ചോട്ടോ, നമുക്ക് അതിനകത്തോട് നമുക്ക് നമ്മുടെ ബ്രഷ് ഒന്നും കയറ്റാൻ പറ്റില്ല. അപ്പൊ രാവിലെ തന്നെ ക്ലീനിങ് പണിന്റെ എന്നാ ദിവസം പരിപാടിയാണ്, നല്ലൊരു ഞായറാഴ്ച ആയിട്ട്. അതെ, രാവിലെ പള്ളിയിൽ പോകണം. രാവിലെ എന്ന് വെച്ചാൽ 8 മണി കഴിഞ്ഞു കേട്ടോ. ഇനി ഉടനെ പള്ളിയിൽ പോകണം. അപ്പൊ പള്ളി പോറായി, സമയം വൈകി ലേറ്റ് ആയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ റെഡി ആയി പോകും കേട്ടോ. 9 മണിയാകുമ്പോ പള്ളി പോണം കേട്ടോ. മിറക്കൂട്ടൻ ഫുഡ് കൊടുത്തോ? ഫ്രണ്ട് ഇരുന്ന് ഓറഞ്ച് കഴിക്കുന്നു. ആണോ? ഹായ് മീര, എന്നാ കഴിക്കുന്നേ? ഓറഞ്ചോ? ഓറഞ്ച് കഴിക്കുക കേട്ടോ മീര. രാവിലെ ബ്രെഡ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഫ്രൂട്ട് കൂടെ കൊടുക്കും, ഐദർ ബനാന അല്ലെങ്കിൽ ഓറഞ്ച്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കൊടുക്കും. നമുക്ക് ഓറഞ്ച് ഇപ്പൊ ഭയങ്കര ഇഷ്ടം, നമ്മളിപ്പോ ഓറഞ്ച് കൊടുക്കുന്നു. ഓറഞ്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിപ്പോ പ്രത്യേകിച്ചൊന്നും കഴിക്കുന്നില്ല, പള്ളിയിൽ പോയി വന്നിട്ട് അല്ലേ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. ഇച്ചാ ഇന്നലെ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു ബീഫ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ. അപ്പൊ ഇന്നലെ ഇച്ചാൻ ഓഫായിരുന്നു, എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പോയിട്ട് വന്നപ്പോഴാണ് ബിരിയാണി കണ്ടത്. ബിരിയാണിയും പിന്നെ നല്ല ബീഫ് റോസ്റ്റും എനിക്ക് ഓഫർ. ശനി ഞായർ എനിക്ക് ഓഫാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓഫുള്ള ദിവസം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരുടെ കുക്കിംഗ് ആണ്. അതായത് എനിക്കൊരു മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ഓഫുള്ള ഇച്ചാൻ പറയാതെ എനിക്ക് ഓഫുള്ള ഞാൻ കുക്ക് ചെയ്യിപ്പിച്ച നിനക്ക് ഓഫുള്ള ഒരു ദിവസമെങ്കിലും നീ വീട്ടിൽ ഇരിക്കും എന്തെങ്കിലും ചെയ്ത് പറയും. ഞാൻ എപ്പോഴും കുക്കിംഗ് ആയിരിക്കും. അതുപോലെ ഇച്ചാൻ ഓഫുള്ളപ്പോൾ ഇച്ചാൻ കുക്കിംഗ്. എനിക്ക് ഭയങ്കര സന്തോഷം, പേഴ്സണലി ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അല്ല, നല്ലതാണ് കേട്ടോ. പിന്നെ വേറൊരാൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡ് കഴിക്കുമ്പോൾ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷമല്ല, അതൊരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ് കേട്ടോ. അതുപോലെ ഞാൻ കഴിച്ച മാർബിൾ കേക്ക് നമ്മൾ ഒന്ന് ട്രൈ ചെയ്തായിരുന്നു കേട്ടോ. അതും അടിപൊളിയായിട്ട് വന്നു. അതെല്ലാം വഴിയെ കാണിക്കാം കേട്ടോ, എല്ലാം വഴിയെ കാണിക്കാം. അതിന് നമുക്ക് റെഡി ആവണം, പള്ളി പോകണം. പിന്നെ നമ്മുടെ വീഡിയോ തംബ്നെയിലിൽ കണ്ടതുപോലെ ഇന്ന് നമ്മളൊരു Q&A വീഡിയോ കൂടെ ലാസ്റ്റ് നമ്മുടെ വീഡിയോ ലാസ്റ്റ് ഒരു Q&A വരുന്നുണ്ട് കേട്ടോ. അപ്പൊ കുറെ പേര് ക്വസ്റ്റ്യൻസ് കുറെ നാളായിട്ട് നമ്മുടെ കമന്റിലൂടെ ഒക്കെ ചോദിക്കുന്നുണ്ട്. അതിനുള്ള എല്ലാ മറുപടി നമ്മൾ ഇന്ന് കൊടുക്കുമല്ലോ നിമിഷ? തീർച്ചയായിട്ടും. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മിറ ഓറഞ്ച് ഒക്കെ കഴിച്ചിട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. എന്തിനാ മിറക്കോട്ട് ഇറങ്ങി വരുന്നേ? I want to come to. ഞങ്ങളുടെ പുതിയ പരിപാടിയാണ് കേട്ടോ. പുതിയ പരിപാടി എന്നല്ല, നമ്മൾ ഈ അടുത്ത് ചെയ്യുന്ന ഒരു കാര്യം, നമ്മുടെ ഇവിടുത്തെ ബേർഡ്സ് നമ്മൾ ഫുഡ് കൊടുക്കും കേട്ടോ. മെയിൻ ആൾ ഇച്ചാനാട്ടോ. ഞാൻ വിളിച്ചാൽ വരുമോന്നും അറിയത്തില്ല കേട്ടോ. രാവിലെ അതുങ്ങൾക്ക് ഫുഡ് കൊടുത്തില്ലെങ്കിൽ നമുക്കൊരു സമാധാനമില്ലേ. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ച പുതിയൊരു ഫർണിച്ചർ ആണ് കേട്ടോ. അടിപൊളിയല്ലേ? ആൽപ്രസ്കോൽ ഇടാനായിട്ട് നമ്മൾ അടിപൊളി സംഭവമാണ്. നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊരു രസമില്ലായിരുന്നു. അതുകൊണ്ട് ഇച്ചാൻ അത് കൊടുത്തിട്ട് ഞങ്ങൾ വേറെ ഒരെണ്ണം മേടിച്ചാണ്. കുറച്ച് നാൾ വെയിറ്റ് ചെയ്തു. ബട്ട് എനിവേ ഇച്ചാന്റെ സെലക്ഷൻ ആണ് അടിപൊളി. നമുക്ക് ഇരിക്കാൻ നല്ല ഒരു ലോഞ്ചിലൊക്കെ ഇരിക്കുന്ന നല്ല സുഖം, ചാരി ഇരിക്കാട്ടോ. വെയിലൊക്കെ കാഞ്ഞിരിക്കാൻ പ്രത്യേകിച്ച് തണുപ്പത്ത്. നമ്മുടെ പക്ഷികൾ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇച്ചാ വിളിച്ച വിളിച്ചേ ചൂളടിക്കുമ്പോഴത്തേക്ക് പറന്ന് വരും കേട്ടോ എല്ലാം. ഇത് മക്പയും വന്നിട്ടുണ്ടല്ലോ. ശരിയാണല്ലോ. ഇത് നമ്മളെ കൊത്തുന്ന സാധനം കേട്ടോ, നമ്മുടെ തലയെ കൊത്തുന്ന സാധനം കേട്ടോ. അത് ഈ കാണുന്ന മക്പേ. ഇതാണ് ഇട്ട് കൊടുക്കുന്ന ഫുഡ്. മറക്കട്ടെ ഫുഡ് ഇട്ടെന്നാ കണ്ട തീർന്നടാ. വിന്റർ ആവണേന് മുമ്പ് ഇതൊക്കെ തീരാറായിട്ടൊന്നുണ്ട്. നല്ല സൂപ്പർ റോസപ്പൂ ഉണ്ടാകുന്ന ഇങ്ങനെ നോക്കി. എന്നാ രസമല്ലേ, നല്ല കളർ. ദൈവന്റെ മുട്ട ഉണ്ടോ? തീരാറായി. നിമിഷം മുളക് പറിക്കാറായിട്ടോ. ഇഷ്ടംപോലെ ആയോ? നല്ല പച്ചമുളക് ആയി നിൽക്കുന്നത് കണ്ടോ? ശരിയാണല്ലോ. ഒത്തിരി ഉണ്ടല്ലോ. വരുമ്പോ എല്ലാം കൂടെ ഒരുമിച്ചാ വരുന്ന. ഇഷ്ടം പോലെ ഉണ്ട്. അടിപൊളി. നമ്മുടെ അത്തിപ്പഴമാണ് കേട്ടോ. ഇതാ ഉണ്ടാവുന്നുണ്ടല്ലേ, ഒത്തിരി ഉണ്ടാവുന്നുണ്ടല്ലേ. ഈ തണുപ്പ് തുടങ്ങിക്കൊണ്ടോ ഇച്ചിരി വലിപ്പം വെക്കാൻ പാടാണ്. ഇത് നമ്മുടെ കത്തിരിക്ക ഉണ്ടോ? ഇഷ്ടം പോലെ പിന്നെ ഉണ്ടാവും. ഞാൻ വിചാരിച്ചത് പോയെന്ന്. ഇതുണ്ടോ എന്തോരം ഉണ്ടെന്ന് എനിക്കതേ. ഞാൻ കഴിഞ്ഞ ദിവസം വെട്ടി വെച്ചതാട്ടോ. എന്നിട്ടും ഇത് പറിക്കാറായി. ഒത്തിരി ഉണ്ടായിട്ടോ. ദേ ഇവിടെ ഉണ്ട് കുറച്ച് മുന്തിരിങ്ങ ഉണ്ടായിച്ച. സമയം തെറ്റി ആണോ? ദേ നോക്കി. അതുപോലെ ഇവിടെ ഉണ്ട്. ഇതുണ്ടോ? അവൻ നല്ല കൊലയാണല്ലോ. അടിപൊളി, സൂപ്പറല്ലേ? എന്റെ ഉടുപ്പിന്റെ മാച്ച്. ഗൈസിനെ വിളിക്കുന്ന അവിടെ. എന്നാ ഗൈസ്, what do you want guys? Okay. ഇതിനുണ്ടോ നോക്കട്ടെ. നല്ല മധുര. അടിപൊളി, സൂപ്പർ. അങ്ങനെ മുന്തിരിങ്ങയൊക്കെ ആയിട്ട് മുന്തിരിങ്ങ അടിയാലോ. ഇങ്ങനെ മുറുക്കാൻ ചോക്കുന്നവരാണ് മുന്തിരിങ്ങ കേൾക്കുന്നത്. പള്ളി പോവാം എല്ലാരും. സുന്ദരി ആയല്ലോ. അമ്മ റെഡി ആവുകയാണോ? അല്ല, നിമിഷ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നിമിഷ എല്ലാം കഴിഞ്ഞില്ല, ഒരുക്കെല്ലാം കഴിഞ്ഞില്ലേ?
You can sit in the pram. No. പ്രാമിലിരിക്കണം ഇറങ്ങി സമയമായി പോ. ഓക്കെ ഇച്ചാന് സൂപ്പറാണ്. ഞങ്ങൾ രണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് എങ്ങനെയാ വന്നപ്പോൾ ഒരുമിച്ചിട്ട് പോയത് ഞാൻ കാണിച്ചു തരാം ഇച്ചാനെ. ഞങ്ങളുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മുറക്കോട്ട മാത്രം നമ്മുടെ നടുക്ക് ഒരു പിങ്ക് ഗേൾ ആയിട്ട് അല്ലെ പിങ്കി ആയിട്ട്. അതെ സത്യം റീവൂട്ട് നമുക്ക് ബ്ലൂ ആക്കായിരുന്നു. ആ ലൈറ്റ്സ് പറഞ്ഞോ. ആ മിറ പറ. Stop. Okay. Then. Go. Green light is go. Then. Slow. Good. ഇത് ആരാ മിറനെ പഠിപ്പിച്ചേ? അയൂഷ് പഠിപ്പിച്ചാണോ? മിറയുടെ ടീച്ചർ പഠിപ്പിച്ചാണോ? അതുകൊണ്ട് നമുക്കിപ്പോ വഴി കൂടെ പോകും അല്ലേ ചായ? അതോ മിറ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്? എല്ലാം ആകുമ്പോഴത്തേക്കും നമുക്ക് പോവാൻ നമ്മൾ വിചാരിക്കുന്നിടത്ത് മിറ സമ്മതിക്കുന്നില്ല. അതെ ഭംഗിയല്ലേ? അങ്ങനെ പള്ളി കുർബാന കഴിഞ്ഞേട്ടോ. നല്ല കുർബാനയായിരുന്നു കേട്ടോ. ഇന്നൊരു അച്ഛന്റെ ആദ്യത്തെ കുർബാനയായിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല രസമായിരുന്നു കാണാൻ. മീര ഹലോ. പാർക്കിൽ പോണെന്ന് പറഞ്ഞോണ്ടിരിപ്പുണ്ട്. നോക്കാം പറ്റുവാണെങ്കിൽ ഒന്ന് പാർക്കിലൂടെ കൊണ്ടുപോവാം. ജസ്റ്റ് ഒന്ന് ആ ജാപ്പനീസ് ഗാർഡൻ അവിടെ ഒന്ന് പോയി നമുക്ക്. ഇവിടെ അടുത്തൊരു ജാപ്പനീസ് ഗാർഡൻ ഉണ്ട് കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന അവിടെ ഇപ്പൊ ഓട്ടമാകുമ്പോ എന്താന്ന് അറിയത്തില്ല. നമുക്ക് നോക്കിട്ട് വരാം. ഇലകളൊക്കെ ചിലപ്പോ നല്ല രസമായിരിക്കും. ഹെഡ്ഫോൺ വെച്ചോണ്ട് ഹെഡ്ഫോൺ അവിടെ വെക്കും മോനെ. ഹെഡ്ഫോൺ അവിടെ വെക്ക്. എടുക്ക്. ഇനിയും വാ. അവിടെ ഒരു ഒറ്റ ഏറ്. വാ ഇറങ്ങി വാ. Wow. Hey, don't go there. I have to be careful. ഇതില്ലേ മൈലാഞ്ചി മരം? അറിയത്തില്ല ചായ. നമ്മളൊക്കെ നാട്ടിലെ മൈലാഞ്ചി മരം അല്ലേ? അതുപോലെ കഴിക്കത്തില്ലായിരിക്കും കേട്ടോ. കഴിക്കാൻ പറ്റില്ല. അയ്യോ അതിന്റെ കൂടെ നീ അങ്ങ് പോവും. അതാ പ്രശ്നം മോളെ. ശരിയാ. അങ്ങോട്ട് ഒന്നും അങ്ങനെ എറിയാൻ പാടില്ല കേട്ടാ. അങ്ങനെ ഒന്നും നമ്മളെ അത് ചെയ്യാൻ പാടില്ല. മക്പൈസ് ഉണ്ടെന്ന് വാണിംഗ് ഉണ്ട് കേട്ടോ. മക്പൈസ് നമ്മൾ രാവിലെ കണ്ട ബേർഡാ. അതിപ്പം മുട്ടയിടുന്ന സമയം കേട്ടോ. കൂടുണ്ടാക്കുന്ന സമയമാണേ. അവളെ പാർക്ക് കണ്ട്. ഒരു പാർക്കുണ്ട് കേട്ടോ. ഞങ്ങളത് കാണിക്കാതിരിക്കുവായിരുന്നു. ഇന്നലെ നമുക്ക് സമയമില്ല. അമ്മയ്ക്ക് ഇന്ന് ഡ്യൂട്ടിക്ക് പോകണല്ലോ കേട്ടോ. ഡാഡി കൊച്ചിനെ വൈകുന്നേരം കൊണ്ടുപോകും. ഡാഡി വൈകുന്നേരം കൊണ്ടുവരാം. ഓക്കെ. ഇനി സാധനങ്ങൾ മേടിക്കാൻ പോകണം. അതാണ് പയ്യൊക്കെ ഇറങ്ങിയേക്കാം. നിമിഷം. ഒള്ളി വൺ ഓക്കെ എന്ന് അവിടെ തിരിച്ചു വെക്കടി. അതുപോലെ 10 ഉണ്ടാവും. അവിടെ തിരിച്ചു വെക്കണം. ഞങ്ങളൊരു ബൂസ്റ്റ് മേടിക്കാൻ തീരുമാനിച്ചു കേട്ടോ. ബൂസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ജ്യൂസ് കട കേട്ടോ. ഏതായാലും പറഞ്ഞേ ബെറി ക്രഷ്. ഇതാരോടെ ഇരിക്കുന്നേ? ഒരാൾ ഡോനറ്റ് വേണമെന്ന് ഭയങ്കര നിർബന്ധം. ഡോനറ്റ് മേടിച്ചു കൊടുത്തോ. കഴിക്കോടായി ഇതൊക്കെ കഴിക്കോ നീ? ഭയങ്കര ഇഷ്ടമാണ് ഡോനറ്റ്. കഴിക്കുന്നുണ്ട് ഇപ്പൊ ഈ അടുത്തായിട്ട്. ഈ കളർ തന്നെ ഇതിന്റെ മണ്ടയിലുള്ള സാധനങ്ങൾ ആദ്യം കഴിക്കും കേട്ടോ. ഡോനറ്റിന്റെ കാര്യം സംശയമാണ്. അതിന്റെ ആ പുറത്തുള്ള സാധനമാണ് ഏറ്റവും ഇഷ്ടം. അതുപോലെ ജ്യൂസും നമ്മൾ മേടിച്ചു കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് സാധനങ്ങൾ ഷോപ്പിങ്ങിന് മേടിച്ച് കുറച്ച് സാധനങ്ങളുണ്ടാവും. ഒരുപാട് മേടിക്കാനില്ലായിരുന്നു കേട്ടോ. വിശക്കുന്നുണ്ടോ മോനെ? പിന്നെ പുഴുവാണോ ഞാനെത്തിരിക്കുന്നത്? വേം ഷേപ്പിലുള്ള സോർട്ടാച്ചസ് അതല്ലേ? എന്തൊക്കെയാണോ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ മേത്ത് അങ്ങനെയൊക്കെ വെച്ചേക്കണം കേട്ടോ. കൈയോടെ ടെടി മേടിപ്പിച്ചോട്ടോ ഡാഡിനെ കൊണ്ടോ. ഇനി മിറേനെ കൊണ്ട് ഞാൻ ഡാഡി പുറത്ത് വരത്തില്ല കേട്ടോ. വീട്ടിൽ നല്ല കിടിലൻ ബിരിയാണി ഞങ്ങളതുകൊണ്ടൊന്നും മേടിക്കുന്നില്ല. ചെന്നിട്ട് വേണം ഒരു പിടുത്തം പിടിക്കാം അല്ലേ നിമിഷം? എന്ത് വണ്ടിയാ? നമ്മുടെ പഴയ വണ്ടിയിലെ സത്യം കളർ ഇടും അല്ലേ? ഓറഞ്ച്. അങ്ങനെ നമ്മളിത് വീട്ടിലെത്തിട്ടോ. മിറക്കോട്ട് വരുന്നുണ്ടോടാ നിമിഷം? അതെ 2 കോക്കനട്ട് വാട്ടർ കൊണ്ട് പിടിച്ചോ. നാട്ടിലാണെങ്കിൽ നല്ല കരിക്ക് വഴിയിൽ നിന്ന് മേടിച്ച് കഴിക്കാം. ഇതൊന്നും ഒന്നുമല്ല അതിന്റെ മുമ്പിൽ. നല്ല ഗ്യാസ്. ഇതിനൊന്നും ഗ്യാസ് ഇല്ല. ഇതിങ്ങനെ ബോട്ടിലിൽ വരുന്ന കേട്ടോ. അതെ അതെ.
പക്ഷേ $5-6 കൊടുക്കണം കേട്ടോ ഈ കോക്കനട്ട് വാട്ടർ ഇതാട്ടോ 1 ലിറ്ററിന്. അതെ നമ്മുടെ റോസാപ്പൂ കണ്ടോടെ ഞാൻ രസമല്ലേ? അതെ വൈറ്റ് ഒരു രക്ഷയില്ല, ദൂരെ നിന്ന് കാണാൻ ഇവിടെ നിൽക്കുമ്പോഴേ എന്നെ മണം കേട്ടോ, ഇതിന്റെ നല്ല സ്മെല്ല് വരുന്നുണ്ടല്ലേ ഇവിടെ ഈ പരിസരത്ത് നിൽക്കുമ്പോൾ തന്നെ നല്ല മണം. നിമിഷം കസേരയൊക്കെ എടുത്ത് ഗ്രൗണ്ടിലേക്ക് വെക്കുവാണ്. ഞങ്ങൾ പോകാൻ നേരത്ത് നമ്മുടെ റോബോട്ടിനെ വിട്ടായിരുന്നു. അവനെ പറഞ്ഞാലും കാണാനില്ലോ, ഇവിടെ ഇല്ലല്ലോ. പുള്ളി മിക്കാറ് എവിടെയെങ്കിലും സ്റ്റക്ക് ആയിട്ട് ഇരിക്കുകയായിരിക്കും. ഫ്ലോറൊക്കെ വൃത്തിയായിട്ടാ കിടക്കുന്നത് കേട്ടോ, എല്ലാം തൂത്തിട്ടുണ്ട്. പണി തീർന്നിട്ട് ഒളിച്ചിരിക്കും. പണി തീർത്ത് ഇടയ്ക്ക് പുള്ളി അവസരമായി പോയി, എന്നിട്ട് അവിടെ തന്നെ കിടന്നു പോകും കേട്ടോ. അതേടി ഈ ചൂല കയറി സ്റ്റക്കായിരിക്കുവായിരുന്നു കേട്ടോ. ഇതൊക്കെ ഇതാണ് ഇവന്റെ പ്രശ്നം. ഇതൊക്കെ നമ്മൾ നോക്കണം കേട്ടോ. കുഴപ്പമില്ലടാ, പോയി പണി എടുത്തു. ചൂലി കയറി സ്റ്റക്കായിട്ടിരിക്കുന്നു. നിന്റെ ടെടീനെ എടുത്ത് വെച്ചോ, അല്ലെങ്കിൽ അതിന് വിഴുങ്ങും അത്. ഇതാണോ അന്നേരം അടുത്തതിന് താഴെയിട്ട്. പക്ഷെ എന്തായാലും കഴിക്കണ്ടേ? കഴിക്കാം. ഞാൻ വേണേ ഫുഡ് അങ്ങ് കൊണ്ടുപോയി അവിടെ ചെന്നിട്ട് കഴിച്ചോളാം. എന്റെ മോനെ ഞങ്ങൾ പയ്യെ ഫുഡ് കഴിക്കാൻ പോകട്ടോ. നിമിഷം കഴിക്കുന്നില്ലെന്നാ പറയുന്നത്, പക്ഷെ എനിക്ക് വിശക്കുന്നുണ്ട്. നിമിഷം എന്താ കാണിച്ചു കൊടുത്തത്? സ്പെഷ്യൽ ബീഫ് ബിരിയാണി കേട്ടോ, ഒന്നാന്തരം ബീഫ് ബിരിയാണി. ഇത് ഇന്നലെ ഞങ്ങൾ കഴിച്ചാടോ, അതിന്റെ ബാക്കിയാണ്. കുറച്ചുകൂടെ ലെഫ്റ്റ് ഓവർ ഇരിപ്പുണ്ട് കേട്ടോ. ഇന്നത് ചോറ് കുറച്ചേ ഉള്ളൂ, കൂടുതൽ സംഭവം നമ്മുടെ എന്താ പറയാ നാട്ടിലൊക്കെ എന്താ പറയാ സല്ലാസ് എന്ന് പറയും നമ്മള്. ഓരോ സ്ഥലത്തും ഓരോ പേരാണ്. ഭയങ്കര ടേസ്റ്റ് ആണ്. എനിക്കൊരു കൊതി, തൈരില്ലാതെ ഇങ്ങനെ ഉണ്ടാക്കാൻ ഒരു കൊതി എനിക്ക് ഇപ്രാവശ്യം. സവാളയും ക്യാരറ്റും, സവാള, ക്യാരറ്റ്, പച്ചമുളക്, ടൊമാറ്റോ, തക്കാളി. ബിരിയാണി കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലായിരുന്നോ? ഇന്നലെ കഴിച്ചിട്ട് അടിപൊളിയായിരുന്നു. ഇന്നലെ നമ്മള് ഡ്യൂട്ടി കൊണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ സൂപ്പർ ആയിരുന്നു. ഞാൻ ഇച്ചിരി നന്നായിട്ട് കഴിച്ചു. എനിക്ക് എന്നാലും വിശക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പയ്യെ ഒന്ന് കഴിച്ചു തുടങ്ങാൻ പോവാണ്. ബീഫ് നല്ല വരട്ടിയെടുത്ത ബീഫ് കേട്ടോ. എനിക്ക് ഞാൻ ടൊമാറ്റോ പേസ്റ്റ് എപ്രാവശ്യം യൂസ് ചെയ്തത്. അതിന്റെ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. അതുപോലെ ബിരിയാണിക്ക് ഞാൻ ടൊമാറ്റോ പേസ്റ്റ് എപ്രാവശ്യം നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ചിട്ടാണോ. വേറൊരു ടേസ്റ്റ് ആയിരുന്നു, നമ്മൾ എപ്പോഴും കഴിക്കുന്നതിൽ നിന്ന് ഡിഫറെന്റ് ആയിരുന്നു കേട്ടോ. അല്ലേ, വേറെ ടേസ്റ്റ് ഇല്ല തോന്നിയായിരുന്നു. നമ്മൾ ഗുളീസിൽ നിന്നും കോൾസിൽ നിന്നും എവിടെ നിന്നാണ്ട് മേടിച്ച ടൊമാറ്റോ പേസ്റ്റ് മേടിക്കാൻ കേട്ടോ. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം ബിരിയാണി. അതിന്റെ ഒരു വെറൈറ്റി ആയിരുന്നു. രണ്ടും നല്ല കളറും ഉണ്ടല്ലേ, നല്ല റെഡ് കളറും ഇല്ലേ. നോക്കിയേ, റൈസൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കേട്ടോ. കൈമ റൈസും ഉണ്ട് നമ്മൾ ഉണ്ടാക്കിയത് ഇപ്രാവശ്യം അല്ലേ, നന്നായിട്ട് വെന്തില്ലേ നിമിഷം. അതുപോലെ നമ്മുടെ ബീഫൊക്കെ കണ്ടോ, നല്ല സോഫ്റ്റ് ബീഫ്. കഴിക്കട്ടെ. ഇന്നലെ രാത്രി ഇച്ചിരി കഴിച്ചായിരുന്നു, കാര്യമായിട്ട് കഴിക്കാൻ പറ്റിയില്ല, ഒരുപാട് ലേറ്റ് ആയി പോയായിരുന്നു കേട്ടോ. ബിരിയാണി അല്ലേ നമ്മൾ ഉണ്ടാക്കി അപ്പം കഴിക്കുന്നതിനേക്കാൾ ഇച്ചിരി ടേസ്റ്റ് കൂടുതലാണ് അല്ലെ. അപ്പോഴും ടേസ്റ്റ് ഉണ്ട്, പിന്നെ നമ്മൾ ഇച്ചിരി ടേസ്റ്റ് കൂടും നമ്മൾ പിറ്റേ ദിവസം കഴിക്കുമ്പോഴേ അല്ലേ. ചള്ളാസ് നല്ല ടേസ്റ്റ് ഉണ്ട്. ബീഫൊക്കെ നല്ല വെന്ത്. അത് കൊള്ളാതായാലും ഇല്ല, ഞാൻ ഇനിയിപ്പോൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഫുഡ് കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിക്കാം. അങ്ങനത്തെ ഞാൻ ബിരിയാണിയൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നിമിഷ സ്പെഷ്യൽ സാധനത്തെ ഇച്ചാന്റെ സ്പെഷ്യൽ മാർബിൾ കേക്ക് കേട്ടോ. നിമിഷയ്ക്ക് ഭയങ്കര ആഗ്രഹം മാർബിൾ കേക്ക് കഴിക്കണം, മാർബിൾ കേക്ക് കഴിക്കണം. എന്നോട് കുറെ നാളായിട്ട് പറഞ്ഞോണ്ടിരിക്കുന്ന കേട്ടോ. അപ്പം ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന എല്ലാ വീഡിയോസും അവൾ എനിക്ക് അയച്ചു തരും. റെസിപ്പി നോക്കുന്നു. ഈ കേക്ക് ഉണ്ടാക്കാനൊക്കെ ഇച്ചിരി ഇച്ചിരി കഴിവുണ്ട് കേട്ടോ എന്നെക്കാൾ. പക്ഷെ ഇനി ഞാനതിങ്ങനെ പറഞ്ഞാൽ ഞാൻ അയച്ചു കൊടുക്കും. ഞാൻ കണ്ട വീഡിയോ ഞാൻ അയച്ചു കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ വന്നപ്പം ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഭയങ്കര സർപ്രൈസ് ആയി. പ്രതീക്ഷയില്ല, ഞാൻ വിചാരിച്ചു നമ്മൾ ഒരുമിച്ച് ഉണ്ടാക്കാനായിരിക്കും വിചാരിച്ച പ്ലാൻ എന്നൊക്കെയാണ് ഞാൻ ഓർത്ത കേട്ടോ. പക്ഷെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മമ്മി ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. സിമ്പിൾ ആണ്, നമ്മൾ ആരും വിചാരിച്ച മാർബിൾ കേക്ക് ഉണ്ടാക്കാനായിട്ട്. സത്യം കേട്ടോ, റെസിപ്പി യൂട്യൂബിൽ അത് ആ പടം പോലെ അതുപോലെ കിട്ടിയെന്നുള്ളതാണ് കേട്ടോ. ഫ്രിഡ്ജ് വെച്ചാട്ടോ, ഇച്ചിരി കട്ടിയായിട്ടിരിക്കാം, പക്ഷെ ഭയങ്കര ടേസ്റ്റ്. നിമിഷം ഒരു പീസ് കഴിച്ച് കാണിക്കും. സൂപ്പർ സാധനം കേട്ടോ. സൂപ്പർ. നമ്മളുണ്ടാക്കുമ്പോ നമുക്ക് ഇച്ചിരി മധുരമൊക്കെ കുറച്ചൊക്കെ ഉണ്ടാക്കാം. ഞങ്ങൾ ഇച്ചിരി മധുരം വളരെ കുറവാണ് നമ്മൾ ഉണ്ടാക്കിയോണ്ട്. ഞാൻ ഒത്തിരി നമുക്കപ്പോൾ കൊണ്ട് ഭയങ്കര, പക്ഷെ ആ കൊക്കോ പൗഡറിന്റെ ആ ഒരു ടേസ്റ്റ് നല്ലതായിട്ട് അറിയുന്നുണ്ട്. പക്ഷെ മധുരം വളരെ കുറച്ചാണ്, അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് കഴിക്കാം. വളരെ കുറവാണ്. അതാണ് നമ്മൾ മാർബിൾ കേക്ക് കൊടുക്കുമ്പോൾ നല്ല മധുരം ഉണ്ടല്ലോ, പക്ഷെ മധുരം ഇല്ല. കമന്റ് ഇടുക. നമുക്ക് അടുത്ത വീഡിയോ മാർബിൾ കേക്ക് എങ്ങനെയാണ്, കാരണം ഇത് എന്തായാലും തീരും ഉടനെ. അത്യാവശ്യം വലിയ കേക്കാട്ടോ ഉണ്ടാക്കിയത്.
അതെ, അപ്പൊ വേണ്ടവര് റെസിപ്പി വേണ്ടവര് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അത് മാത്രമല്ല, നമ്മളെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളോട് ഒരുപാട് പേര് കുറെ നാളായിട്ട് ചോദിക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആളുകളുടെ പേര് പറയുന്നില്ല, കമന്റ് ചെയ്ത ആളുകളുടെ പേര് പറയുന്നില്ല, പക്ഷെ കോമൺ ആയിട്ട് ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനുള്ള ആൻസർ നമ്മൾ പറയാം എന്ന് വിചാരിച്ചോട്ടെ ഈ വീഡിയോയില്. അല്ലേ നിമിഷ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫസ്റ്റ് ദിവസം നമ്മൾ എന്താണ് വീഡിയോ ഇടാത്തെന്നാണ് ചോദിച്ചോണ്ടിരുന്നത് കുറച്ച് പേര്. വീഡിയോ ഇപ്പൊ ഇടാനായിട്ട് ഒരു 3-4-5 ദിവസത്തേക്ക് ഗ്യാപ്പ് വരുന്നുണ്ട്. അതെന്താണെന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഇപ്രാവശ്യം ഏകദേശം ഒരാഴ്ച വന്നു, അല്ല കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ വീഡിയോ ഇട്ടുണ്ട് കേട്ടോ. സോറി, എല്ലാവരും ശ്രമിക്കണം, നമുക്ക് സമയം കിട്ടാറില്ല മെയിൻ കേട്ടോ. ഇതിനു മുന്നേ എന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് ഷിഫ്റ്റ് വർക്ക് ആയിരുന്നു കേട്ടോ. അതായത് നൈറ്റ് ഡ്യൂട്ടി, ഈവനിങ്, ആഫ്റ്റർനൂൺ അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ജോലി മാറിയപ്പോൾ എനിക്ക് രാവിലെ, അതായത് ഓഫീസ് ജോബാണ് കേട്ടോ, 9 to 5 ആണ് എൻ്റെ ജോലി, മൺഡേ ടു ഫ്രൈഡേ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ഓഫ് കിട്ടുന്നത് കുറച്ച് കുറഞ്ഞല്ലേ, ഭയങ്കര പാടാണ്, നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് ആ സമയം ഒരുമിച്ചുള്ള സമയം വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് അപ്പൊ നമുക്ക് ഒരുമിച്ച് വീഡിയോ ചെയ്താലുള്ള നമുക്ക് എല്ലാവരെയും കാണിക്കാൻ പറ്റുള്ളൂ, എല്ലാവരെയും കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ ശനി ഞായറൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. അതെ അതെ. പിന്നെ നമ്മുടെ റീവൂടെ വന്നു കഴിയുമ്പോഴേ നമ്മള് പ്രോപ്പറായിട്ട് ഇച്ചിരൂടെ ആക്റ്റീവ് ആവുള്ളൂ, നമ്മുടെ വീഡിയോയിലൊക്കെ ഇച്ചിരൂടെ നമുക്ക് ഒരു സന്തോഷം വരുള്ളൂ. അപ്പം അത് ഇനിയിപ്പോ ഉടനെ വരുന്നതായിരിക്കും അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ റീവൂഡൻ എന്നാണ് വരുന്നതെന്നായിരുന്നു. റീവൂഡൻ എന്നാണ് വരുന്നത്? നെക്സ്റ്റ് മന്ത് ജൂണിലാണ് കേട്ടോ വരുന്നത്. അപ്പൊ നെക്സ്റ്റ് മന്ത് ഇപ്പൊ ഓൾറെഡി പേ ആയി, നെക്സ്റ്റ് മന്തിലാവും വരും കേട്ടോ. അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കുന്നത്, എന്റെ വെയിറ്റ് എന്തോരം കുറഞ്ഞു, എത്ര കിലോ കുറഞ്ഞു എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 10-18 കിലോ കുറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്. അത് പെട്ടെന്നൊന്നും അല്ല, കഴിഞ്ഞൊരു ഒരു വർഷത്തിന് മേലെ ആയിട്ടോ ഞാൻ പയ്യെ ചെറുതായിട്ട് ഫുഡ് കൺട്രോളിങ്ങും എക്സസൈസും എല്ലാം ഒക്കെ തുടങ്ങിയിട്ട്. അപ്പം എനിക്ക് തോന്നുന്നു 10-18 കിലോ അടുത്ത് കുറഞ്ഞു. പിന്നെ ആ കുറഞ്ഞത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഇപ്പോഴും അതുപോലെ തന്നെയാണ് കേട്ടോ, സ്ട്രിക്റ്റ് ആയിട്ട് ഡയറ്റും അതുപോലെ തന്നെ ജിമ്മും ഒരിക്കലും മുടക്കില്ല. അല്ല ഞാൻ നോക്കിയിട്ട് പണ്ടത്തെ ഒരാളെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര വ്യത്യാസമാണ്. മറ്റേ ഞാനൊക്കെ എന്തെങ്കിലും കൊടുത്ത് ഇതുകൂടെ കഴിച്ചാന്ന് പറഞ്ഞു ഞാൻ കഴിക്കും, ഇപ്പൊ അങ്ങനെ കഴിക്കൂല. ഇപ്പൊ ഞാൻ ഇതുകൂടെ കഴിക്കും, ഇത്ര കടലുള്ള തീർക്കും സമ്മതിക്കില്ല. ഇവരൊരു കുഞ്ഞ് പീസാണെങ്കിൽ പോലും ഞാൻ പറയും ആ ഡോണറ്റിന്റെ ആ പൊളിച്ചോണ്ട് ഞാൻ അത് കഴിക്കില്ല, അങ്ങനെ കഴിക്കില്ല കേട്ടോ. മധുരമൊക്കെ വളരെ കുറച്ചു, അതുപോലെ കലോറീസ് ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ട്. ഇനിയിപ്പോ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ ഞാൻ 89 നിൽക്കുന്നത്, എന്റെ വെയിറ്റ് 89 ആണ്. എന്നാലും ഇപ്പോഴും എനിക്ക് ഇനിയും കുറയ്ക്കാൻ കേട്ടോ, കുറയ്ക്കണം. എന്റെ ബോഡി മാസ് ഇൻഡെക്സ് വെച്ച് നോക്കുമ്പോൾ വെയിറ്റ് ഇനിയും കുറയാം, പക്ഷെ ഞാൻ ഇനിയും കുറയ്ക്കണ്ടെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ എന്റെ പല്ലിന്റെ കാര്യം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്റെ പല്ലിന്റെ കാര്യം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. പല്ല് എങ്ങനെയായി നേരെയായി ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. പഴയ പടം ഞാൻ ഇതിലൂടെ കാണിക്കാൻ കേട്ടോ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും പണ്ടത്തെ നിന്ന് എന്തോരം വ്യത്യാസം വന്നു കണ്ടോ. പല്ല് ഇപ്പം നല്ല നേരെയായിട്ടൊക്കെ വരുന്നത്. എനിക്ക് അങ്ങനെ വലിച്ചൊടിച്ചിരിക്കാൻ അറിയില്ല കേട്ടോ, അതാണ് ഞാൻ ഇങ്ങനെ ചിരിക്കുന്നത്. പല്ല് നന്നായിട്ട് നേരെയായി. അതാണ് അപ്പൊ എല്ലാവരും ഷേപ്പ് മാറി എന്ന് പറയുമ്പോൾ അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ, എന്റെ ഷേപ്പ് മാറിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് കേട്ടോ. അപ്പം അതിന് സ്പെഷ്യൽ താങ്ക്സ് ടു മരിയൻ ഡെന്റൽ ക്ലിനിക് പാലാരിവട്ടം. അവരാണ് നമുക്ക് ഈ പറഞ്ഞതുപോലെ അലൈനേഴ്സ് ഒക്കെ തന്ന് നമ്മൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ട് ഈ അടുത്തും കൂടെ എനിക്ക് അവിടെ നിന്ന് അയച്ചു തന്നു. പിന്നെ ട്രീറ്റ്മെന്റ് ഒക്കെ അവരും അവിടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഡോക്ടർ എല്ലാ ദിവസവും എനിക്ക് മെസ്സേജ് അയക്കും കേട്ടോ. സജി ഡോക്ടർ എല്ലാ ദിവസവും എനിക്ക് മെസ്സേജ് അയക്കും, എന്തായി എന്നൊക്കെ ചോദിക്കും. അപ്പം ഡോക്ടറിനും താങ്ക് യു, ആശേജിക്കും താങ്ക് യു, മരിയൻ ഡെന്റൽ ക്ലിനിക്കിന് ഒരുപാട് താങ്ക് യു കേട്ടോ. എത്ര പറഞ്ഞാലും മസ്റ്റാവില്ല. ഇനി എനിക്കിപ്പം ഒരു ട്രെയിൻ കൂടെ ഉള്ളൂ, ബാലൻസ് 1-2 ട്രെയിൻ കൂടെ ഉള്ളൂ കേട്ടോ. അതുകൂടെ കഴിഞ്ഞാൽ പല്ല് പക്കായിട്ട് റെഡിയാവും. അപ്പം അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി, അവർ എല്ലാ രീതിയിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെന്നുള്ള കാര്യം അവരോട് പറയാൻ പ്രത്യേകം മറക്കരുത് അല്ലേ നിഷ? പക്ഷേ വേറൊരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നമ്മൾ എന്ന് നാട്ടിലേക്ക് നാട്ടിലേക്ക് നമ്മളിങ്ങനെ ഡിസംബറിലൊക്കെ പോകണമെന്ന് വിചാരിച്ചിരിക്കുന്നു കേട്ടോ. പക്ഷെ ഇങ്ങനെ ലീവ് എനിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഇച്ചായന് അങ്ങനെ ആയിട്ടില്ല ലീവ്, അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ അതെ എന്റെ ലീവ് ആയിട്ടുണ്ട്. പക്ഷെ ഇച്ചായന്റെ കാര്യം ഇച്ചിരി ഇതിലായിട്ട് നിൽക്കുവാണ്. പക്ഷെ എങ്ങനെയും മാക്സിമം ഡിസംബറിലാണ് ഞങ്ങൾ നോക്കുന്നത് വരാനായിട്ട്. റീവും എന്റെ പപ്പയും അമ്മയും എല്ലാവരും വരുന്നുണ്ട് നെക്സ്റ്റ് മന്ത്. അപ്പൊ അത് ഓർത്താണ് ഇപ്പൊ ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രിപ്പയർ ആയിട്ടിരിക്കുവാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അമ്മയും ചാച്ചനും എന്നാണെന്നുള്ള കാര്യമാണ്. അവരുടെ ലൈഫൊക്കെ എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ചിരിക്കുകയാണ് കേട്ടോ. അവർക്ക് ഇപ്പോഴാണ് ഒരു സമാധാനം. ഇവിടെയാണെങ്കിൽ അവർക്ക് എപ്പോഴും പണിയാട്ടോ, മീൻസ് പിള്ളേരുടെ കാര്യവും ഫുഡും കുക്കിംഗ്. അമ്മയുടെ സ്വഭാവം പറഞ്ഞു തരേണ്ട കാര്യം പുള്ളിക്കാരി ഒരു സ്ഥലത്ത് വെറുതെ ഇരിക്കില്ലാട്ടോ. എന്തെങ്കിലും ഒരു പണിയില്ലെങ്കിൽ പുറത്തിറങ്ങി എന്തെങ്കിലും ചെയ്യും. പക്ഷെ അവരെ നമ്മൾ മിസ് ചെയ്തോണ്ട് നമുക്ക് ഒരു രസമായിരുന്നു. അവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ. പക്ഷെ എനിവേ അവര് വരും. ഇനി ഒന്നും കൂടെ ഒന്ന് കറങ്ങി അമേരിക്ക, കാനഡ വഴി ഇനി ഓസ്ട്രേലിയക്ക് ചിലപ്പോൾ വരുമായിരിക്കും. അങ്ങനെയായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പ്രാർത്ഥിക്കാം. അതെ അതെ അതെ.
നടക്കും അല്ലേ? മ്യൂസിക് ഡ്യൂട്ടിക്ക് പോകാൻ ഇപ്പൊ സമയമായി. 2 മണിക്കൂർ കഴിഞ്ഞാൽ മ്യൂസിക് ഡ്യൂട്ടിക്ക് കാരണം കേട്ടോ. മെനക്കൂട്ടിന് അവിടെ പയ്യെ ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ചോണ്ടിരിപ്പുണ്ടോ. വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്താലും പക്ഷേ നല്ലൊരു ദിവസം അല്ലേ? നല്ല സൺഡേ നമ്മൾ പള്ളിയിലൊക്കെ പോയി. അതെ, അപ്പൊ എന്നാ പയ്യെ നമ്മുടെ വീഡിയോകളൊക്കെ പയ്യെ വൈൻഡപ്പ് ചെയ്തേക്കാം അല്ലേ? നിമിഷ ഒരു പാട്ട് പാടുന്നുണ്ടോ? എന്നിൽ അലിഞ്ഞു നീ ഞാനായി തീരുമ്പോൾ, നിന്നിൽ അലിഞ്ഞു ഞാൻ നീയായി തീർന്നിടാൻ എത്ര നാളായി കൊതിച്ചിടുന്നു നാഥ, എന്നെ നീയാക്കി മാറ്റിയിടണമേ. എൻ്റെ ഈശോയേ ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. എൻ്റെ ഈശോയേ ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. അപ്പൊ എല്ലാവർക്കും ഒരു നല്ലൊരു ഞായറാഴ്ച നേരുന്നല്ലേ? എല്ലാവർക്കും അടിപൊളി സൺഡേ നേരുന്നു. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ മാക്സിമം വീഡിയോസ് ഒക്കെ ഇടാൻ നോക്കാട്ടോ. എങ്കിലും നമ്മൾ അടുത്ത മാസം ആകുമ്പോൾ ഞങ്ങൾക്ക് ഇച്ചിരി ഒരു ഊർജ്ജം, ഞങ്ങളുടെ ഒരാൾ വരുന്നുണ്ട്, ഫുൾ എനർജി ആവുള്ളൂ. നമ്മൾ അവന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അല്ലെ ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പം അടുത്തൊരു ദിവസം നമ്മളൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരും. അതുവരെ എല്ലാവർക്കും നിമിഷം